യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാത്തതും ആഗ്രഹിക്കാത്തതുമായ സാഹചര്യങ്ങൾ പുനരുജ്ജീവിപ്പിക്കുവാൻ നമ്മൾ പലപ്പോഴും സിനിമകൾ കാണുന്നു. വിമാനാപകടങ്ങൾ അതിൻ്റെ പ്രധാന ഉദാഹരണമാണ്. അതിനാൽ ജനങ്ങളെ നടുക്കിയ ചില വിമാനാപകടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മുകളിലൂടെ പറന്നുകൊണ്ടിരുന്ന ഒരു ഗ്ലൈഡർ വെള്ളത്തിലേക്ക് വീഴുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തുകൊണ്ടാണ് അതങ്ങനെ തകർന്നു വീഴാൻ കാരണമെന്നതിന് തെളിവില്ല. പക്ഷേ അത് അതീവ ശക്തിയിലാണ് വെള്ളത്തിലേക്ക് വന്ന് വീണത്. അതുകൊണ്ട് തന്നെ നിസ്സാര പരിക്കുകളല്ലാതെ നല്ല രീതിക്കുള്ള പരിക്കുകൾ തന്നെ ആ വിമാനത്തിനും അതിനകത്തുണ്ടായിരുന്ന പൈലറ്റിനും സംഭവിച്ചിട്ടുണ്ടാവും. സാധാരണയായി വണ്ടികൾ പോകുന്നത് പോലെ ഒരു പാലത്തിന് മുകളിലേക്ക് ഒരു പ്ലെയിൻ ക്രാഷ് ആയാൽ എന്ത് സംഭവിക്കും? അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തിന് മുകളിലേക്ക് ഒരു പ്ലെയിൻ ക്രാഷായി വീഴുന്നു. എന്നാൽ അതിഭാഗ്യശാലിയായ അതിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു കാറിനകത്തുള്ള മനുഷ്യൻ എന്ന് തന്നെ പറയട്ടെ, വളരെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇനി ഈ വീഡിയോയിൽ കാണിക്കുന്നത് എന്തെന്നാൽ, റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരുന്ന വിമാനം പറന്നുയരേണ്ട ലിമിറ്റ് കഴിഞ്ഞും സഞ്ചരിച്ച് നേരെ കാണുന്ന കാട്ടിലേക്ക് കയറുകയാണ് ചെയ്തത്. നേരെ കാട്ടിലേക്ക് ക്രാഷ് ചെയ്ത് കയറുന്നതിനൊപ്പം തന്നെ അത് പൊട്ടിത്തെറിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയും ആ അപകടത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന്. നമ്മളൊക്കെ കുഞ്ഞിൽ ചിന്തിച്ചിരുന്നിട്ടുണ്ടാവും ഒരു ചെറിയ വിമാനം വന്ന് മരത്തിൽ തങ്ങി വീണിരുന്നുവെങ്കിൽ എന്ന്. അതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത്. ഒരു കൊച്ചു വിമാനം, അതായത് ഒരു ചെറിയ ഗ്ലൈഡർ വന്ന് ഒരു മരത്തിലൂടേക്ക് നിലത്ത് വീഴുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഒരേ സമയം ഞെട്ടിപ്പിക്കുന്നതും അതേസമയം നമ്മളെ ചിരിപ്പിക്കുന്നതുമായ ഒരു വീഡിയോ ആണിത്. ഇനിയിപ്പോൾ കാണുന്ന വീഡിയോയും നമ്മൾ മുന്നേ കണ്ട വീഡിയോയുമായി തമ്മിൽ ചെറിയ സാമ്യമുണ്ട്. എന്നാൽ റോഡിലേക്ക് ഇറങ്ങുന്ന പ്ലെയിനെയാണ് നമ്മൾ മറ്റുള്ള വീഡിയോയിൽ കണ്ടത്. അതുപോലെ തന്നെ ഈ വീഡിയോയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ചെറിയൊരു പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു ട്രാഫിക് ജാമിൽ കിടക്കുന്ന കാറുകൾക്ക് നേരെ ഒരു കൊച്ചു വിമാനം പറന്നിറങ്ങുകയാണ് ചെയ്തത്. അത് നേരെ വന്ന് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് മറ്റു കാറുകളുടെ മുകളിലേക്ക് വീഴുന്നു. ഇതിൻ്റെ ഭാഗമായ മറ്റു വീഡിയോകളൊന്നും ലഭിക്കാത്തത് മൂലം ഇത് എത്രത്തോളം അപകടമായി എന്നത് നമുക്ക് വ്യക്തമല്ല. ഒരു കൂറ്റൻ ചരക്ക് വിമാനം റൺവേയിൽ നിന്നും പറന്നുയർന്നു. എന്നാൽ പറന്ന് ഒരു നിശ്ചിത ഉയരത്തിലെത്തിയപ്പോഴേക്കും അത് നേരെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ വീഴുന്നു. വീണയോടെ തന്നെ അത് അതിഭീകരമായ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഈ കൂറ്റൻ വിമാനത്തിന്റെ ക്രാഷിന് കാരണം ഒന്നല്ലെങ്കിൽ ഭാരക്കൂടുതലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറോ ആണെന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇനി ഈ കാണുന്ന വീഡിയോയിലാകട്ടെ ഈ കൊച്ചു വിമാനത്തിന്റെ ഫാനാണ് പണി കൊടുത്തിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫാൻ നിലത്തുരയുകയും ഫാൻ ചിതറുകയും പിന്നീട് വിമാനം തന്നെ മറിഞ്ഞു വീഴുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോയിലാകട്ടെ ഒരു വലിയ പാസഞ്ചർ വിമാനം അതീവ ശക്തിയിൽ കടലിൽ വന്ന് പതിക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. ഈ കാണുന്ന റൺവേയിലേക്ക് സേഫ് ലാൻഡ് ചെയ്യേണ്ടതിന് പകരം അതിവേഗത്തിൽ വന്ന് ക്രാഷ് ലാൻഡ് ആവുകയാണ് ഈ വിമാനം ചെയ്യുന്നത്. അതിവേഗതയിൽ വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രാഷിനും അത്ര തന്നെ തീവ്രതയുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന കുറച്ച് പേരെയും നമുക്ക് കാണാം. ഇനി ഈ വീഡിയോയിലാകട്ടെ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനായി ഒരു വിമാനം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. എന്നാൽ ടേക്ക് ഓഫ് ലിമിറ്റ് കഴിഞ്ഞതിനു ശേഷം അത് ബ്രേക്ക് പിടിച്ച് നിർത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണം വിട്ട ഈ കൊച്ചു ഫ്ലൈറ്റ് നേരെ മുന്നിൽ കാണുന്ന ജലാശയത്തിലേക്ക് ചെന്ന് വീഴുകയാണ് ചെയ്യുന്നത്. എന്നാലും വെള്ളത്തിലേക്കാണ് ചെന്ന് വീണതെന്നതുകൊണ്ട് വലിയ അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.